ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. ശ്രീമൻ നാരായണീയം ദശകം 77. ഉപശ്ലോകോത്പത്തി ജരാസന്ധയുദ്ധം മുചുകുന്ദമോക്ഷം. ശ്ലോകം 5. അക്രൂരമന്ദിരമിതോത്ഥ ബലോത്ഥവാഭ്യാമഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അക്രൂര മന്ദിരം ഇതോഥ ബലോത്ഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്ര ചേഷ്ടാം. അർത്ഥം: അഥ അനന്തരം ബലോത്ഥവാഭ്യം ബലരാമൻ, ഉദ്ധവൻ ഇവരോടൊപ്പം അക്രൂരമന്ദിരം അക്രൂരൻ്റെ ഗൃഹത്തിൽ ഇതഃ പ്രാപിച്ച് മുദിതേന സന്തുഷ്ടനായ തേന അവനാൽ അഭ്യർച്ചിത പൂജിക്കപ്പെട്ടവനും ബഹു വളരെ നുത സ്തുതിക്കപ്പെട്ടവനുമായിട്ട് ഏനം ഇവനെ വിസൃജ്യ അയച്ചിട്ട് വിപിനാഗത പാണ്ഡവേയവൃത്തം കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ പാണ്ഡവന്മാരുടെ വിവരവും തഥാ അപ്രകാരം ധൃതരാഷ്ട്രചേഷ്ടാം ധൃതരാഷ്ട്രരുടെ പ്രവൃത്തിയും വിവേദിത അങ്ങ് മനസ്സിലാക്കി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. അക്രൂര മന്ദിരം ഇത അഥ ചേർത്തിട്ടാണ് അക്രൂര മന്ദിരമിതോത്ഥ. അവഗ്രഹ ചിഹ്നമുണ്ട്. തോന്ന് നീട്ടിയിട്ട് ഥ എന്ന് പറഞ്ഞാൽ മതി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബലോത്ഥവാഭ്യാം അഭ്യർച്ചിതോ ചേർത്തിട്ട് ബലോത്ഥവാഭ്യാം അഭ്യർച്ചിതോ. ഭ്യാന്നും ഭ്യന്നും നന്നായിട്ട് ഊന്നി പറയണം. ബലോത്ഥവ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബഹുനുതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിപിനാഗത പാണ്ഡവേയവൃത്തം പാണ്ഡവ നാട് എന്നാണ്. വിവേദിത ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തഥാ ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ധൃതരാഷ്ട്ര ചേഷ്ടാം ധൃതരാഷ്ട്ര ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഷ്ട്ര എന്നൊക്കെ ഉള്ളത് ഊന്നണ്ട. ചേഷ്ടാം എന്നുള്ളതിൻ്റെ ഷ്ടാം എന്നും ഊന്നാതെ പറഞ്ഞാൽ മതി. അക്രൂരമന്ദിരമിതോത്ഥ ബലോത്ഥവാഭ്യാമഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അടുത്തത് 6ാമത്തെ ശ്ലോകം. വിഖാദാജാമാതു പരമസുഹൃദോ ഭോജ നൃപതേ ജരാസന്ധേ രുന്ധത്യനവധിരുഷാന്ധേഥ മഥുരാം രഥാദ്യൈദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുതസ്ത്രയോ വിംശത്യക്ഷൗഹിണി തദുപനീതം സമഹൃതാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. വിഖാദാത് ജാമാതു പരമ സുഹൃദോ ഭോജനൃപതേർ ജരാസന്ധേ രുന്ധത്യ
വിംശത്യനവധി രുഷാന്ധേഥ മഥുരാം രഥാദ്യൈർദ്യോർലബ്ധൈഃ കതിപയബലസ്ത്വം ബലയുതഃ ത്രയോവിംശത്യക്ഷൗഹിണീ തത് ഉപനീതം സമഹൃദ്ധാഃ. അർത്ഥം: അഥ അനന്തരം ജാമാതു പുത്രികളുടെ ഭർത്താവും പരമസുഹൃത ഉത്തമ സുഹൃത്തും ആയ ഭോജനൃപതേ ഭോജരാജാവായ കംസന്റെ വിഘാതാത് വധത്താൽ അനവധിരുഷാന്ധേ അതിരില്ലാത്ത കോപം കൊണ്ട് അന്ധനായിത്തീർന്ന ജരാസന്ധേ ജരാസന്ധൻ മഥുരാം മഥുരാ നഗരത്തെ രുന്ധതി ആക്രമിച്ചപ്പോൾ ബലയുത ബലരാമനോടു കൂടിയവനും കതിപയബല അല്പം സൈന്യത്തോടു കൂടിയവനുമായ ത്വം അങ്ങ് ദ്യോർലബ്ധൈ സ്വർഗത്തിൽ നിന്നും ലഭിച്ച രഥാദ്യൈ രഥം തുടങ്ങിയവ കൊണ്ട് തതുപനീതം അവൻ നയിച്ച ത്രയോവിംശത്യക്ഷൗഹിണി 23 അക്ഷൗഹിണികളെയും സമഹൃദ്ധാ അവിടുന്ന് നശിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നൊന്ന് നോക്കാം. വിഘാതാത് ജാമാതു, അവിടെ വിസർഗം, അത് ചേർത്ത് ചൊല്ലുമ്പോൾ വിഘാതാജാമാതു 2 ജ എന്ന് വരും. ജ മെല്ലെ ഊന്നി പറയണം. വിഘാത എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പരമസുഹൃദോ ഭോജനൃപതേർ ഭോജ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭോജനൃപതേർ ജരാസന്ധേ, അത് ചേർത്ത് ചൊല്ലുമ്പോൾ ഭോജനൃപതേ ജരാസന്ധേ 2 ജ എന്ന് ഇവിടെയും വേണം. ജരാസന്ധേ ന്ധേ എന്നുള്ളത് നാഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. രുന്ധതി അനവധി ചേർത്തിട്ടാണ് രുന്ധത്യനവധി. രുന്ധ എന്നുള്ളതിൻ്റെ ന്ധ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. നാഥ എന്നാണ്. അനവധി എന്നുള്ളതിൻ്റെ ധീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. രുഷാന്ധേ അഥ ചേർത്തിട്ട് രുഷാന്ധേഥ. ഇവിടെ അടുത്തടുത്ത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ള അക്ഷരങ്ങൾ വരികയാണ്. രുഷാന്ധേ ന്ധേ എന്നുള്ളത് നാഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഥ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മഥുരാം അടുത്ത വാക്കിലും ഥു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അപ്പം അടുത്തടുത്ത് നിറയെ വരുന്നുണ്ട് ഇങ്ങനെ ഊന്നി പറയാനുള്ള അക്ഷരങ്ങൾ. രുഷാന്ധേഥ മഥുരാം രഥാദ്യൈർ ദ്യോർലബ്ധൈ ചേർത്തിട്ട് രഥാദ്യൈ ദ്യോർലബ്ധൈ, അവിടെ വിസർഗം. രഥാദ്യൈ എന്നുള്ളതിൻ്റെ രഥ എന്നുള്ള ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്യോർലബ്ധൈ ലബ്ധൈ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ ല എന്നുള്ളതും മെല്ലെ നൂന്നണം. അവിടെ വിസർഗം. കതിപയ ബലസ്ത്വം, കതിപയ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ബലയുധസ്ത്രയോവിംശത്യക്ഷൗഹിണി, ബലയുധസ്ത്രയോവിംശത്യക്ഷൗഹിണി. അക്ഷൗഹിണി എന്നുള്ളതിൻ്റെ ക്ഷൗ നന്നായിട്ട് ഊന്നി പറയണം. ത്രയോവിംശതി അക്ഷൗഹിണി അത് ചേർത്തിട്ടാണ് ത്രയോവിംശത്യക്ഷൗഹിണി. ബലയുധ അതും കൂടി ചേർത്ത് ചൊല്ലുമ്പോൾ ഇവിടെ സ്ത്ര എന്ന് വരുന്നത്. ബലയുധസ്ത്രയോവിംശത്യക്ഷൗഹിണി തത് ഉപനീതം തതുപനീതം സമഹൃദ്ധാ നീട്ടിയിട്ട് വിസർഗം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഘാതാജാമാതു പരമസുഹൃദോ ഭോജനൃപതേ ജരാസന്ധേ രുന്ധത്യനവധിരുഷാന്ധേഥ മഥുരാം രഥാദ്യൈ ദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുധസ്ത്രയോവിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃദ്ധാഃ.
ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.